നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ പ്രമാണിച്ച് ഒട്ടനവധി സിനിമകളാണ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ അത്തരത്തിൽ OTT റിലീസ് ചെയ്ത ഒരു തെലുങ്ക് മലയാള ഡബ്ബിംഗ് സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചിത്രത്തിന്റെ പേര് ആരോമലെ. ആദ്യമേ പറയട്ടെ, ഇതൊരു പ്രണയ ചിത്രമാണ്. നമ്മൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫീൽ ഗുഡ് പ്രണയ ചിത്രം എന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കും. നായകന്റെ 3 കാലഘട്ടത്തിലുള്ള പ്രണയവും അയാൾ അതിൽ നേരിടുന്ന പ്രശ്നങ്ങളുമാണ് ചിത്രം നമ്മളോട് സംവദിക്കുന്നത്. തികച്ചും വളരെ നല്ലൊരു ചിത്രം എന്ന് തന്നെ നമുക്ക് ഇതിനെ സൂചിപ്പിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒരു സ്കൂൾ വിദ്യാർത്ഥി, കോളേജ് വിദ്യാർത്ഥി, ജോലിക്ക് പോകുന്ന യുവാവ് എന്നിങ്ങനെ 3 കാലഘട്ടങ്ങളിലെ ഒരേ വ്യക്തിയുടെ പ്രണയ ജീവിതത്തെക്കുറിച്ചുള്ള കഥയാണ് ആരോമലൈ. നായകന്റെ ആകാംക്ഷയും ശരിതെറ്റുകളും യഥാർത്ഥ പ്രണയവും ഇന്നത്തെ യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ സംവിധായകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മുതൽ നീ മുടിവും നീ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ കിഷൻ ദാസ് ആണ് ഈ ചിത്രത്തിലെ നായകൻ. ഡോക്ടർ രാജശേഖറിന്റെ മകൾ ശിവാത്മികയാണ് നായികയായി എത്തിയിരിക്കുന്നത്. നടൻ ത്യാഗുവിന്റെ മകൻ സാരംഗ് ത്യാഗു ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം കൂടിയാണിത്. സ്കൂളിൽ പഠിക്കുമ്പോൾ സഹപാഠിയായ പെൺകുട്ടിയെ പ്രണയിക്കുന്ന കിഷൻ ദാസിന് ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് നീ എന്നെ ശല്യം ചെയ്യരുത് എന്ന് ആ പെൺകുട്ടിയിൽ നിന്ന് മറുപടി ലഭിക്കുന്നു. തുടർന്ന് അവയാളുടെ ആദ്യത്തെ പ്രണയം അവിടെ പരാജയപ്പെടുകയാണ്. കോളേജ് പ്രണയവും അതുപോലെ തന്നെ പരാജയപ്പെടുന്നു. പിന്നീട് ഒരു മാട്രിമോണിയൽ കമ്പനിയിൽ ജോലിക്ക് ചേരുന്ന നായകൻ അവിടെ മാനേജരായ പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. പിന്നീട് അവർ ചെറിയ ചെറിയ കാരണങ്ങളാൽ വേർപിരിയുകയും ചെയ്യുന്നു. ഒടുവിൽ നായകൻ നായികയെ തേടി അലയുന്നു. ഈ 3-ാം പ്രണയം വിജയിച്ചോ എന്നതാണ് ഈ കഥയുടെ അവസാനം എന്ന് പറയുന്നത്. വിണ്ണൈ താണ്ടി വരുവായ് എന്ന ചിത്രത്തിലെ പാട്ടിലെ വരികളാണ് ആരോമലെ എന്നത്. അർത്ഥം എന്റെ പ്രിയപ്പെട്ടവളെ. ചിത്രത്തിൽ കിഷൻ ദാസ് സ്കൂൾ വിദ്യാർത്ഥിയായും യുവാവായും 3 വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട്. സ്കൂൾ രംഗങ്ങൾക്കായി അദ്ദേഹം ഭാരം കുറച്ചതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. വൈകാരികമായ രംഗങ്ങളിൽ ചിലയിടത്ത് പ്രകടനം അല്പം മങ്ങിയെങ്കിലും ക്ലൈമാക്സിൽ അദ്ദേഹം നന്നായി തന്നെ ചെയ്തു. ഇനി നായികയായ ശിവാത്മികയെ നോക്കാം. പ്രധാന നായികയെ എത്തുന്ന ശിവാത്മികയുടെ പ്രകടനവും കഥാപാത്രത്തിന്റെ പശ്ചാത്തലവും രസകരമായി തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റു താരങ്ങളായി എത്തിയവരൊക്കെ തന്നെ അവരുടെ അഭിനയം മികച്ചതാക്കി തന്മയത്വത്തോടെ ചെയ്തു തീർത്തിട്ടുണ്ട്. സാങ്കേതിക വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഗൗതം വാസുദേവ് മേനോന്റെ സഹായിയായിരുന്നു സംവിധായകൻ സാരംഗ്. അതുകൊണ്ട് തന്നെ ഗൗതം മേനോന്റെ ഒരു ശൈലി അദ്ദേഹം ഈ ചിത്രത്തിലൂടെ പിന്തുടരാൻ ശ്രമിക്കുന്നുമുണ്ട്. ചിമ്പുവിന്റെ വോയിസ് ഓവർ ചിത്രത്തിലെ വലിയൊരു മുതൽക്കൂട്ടാണ്. ഗൗതം രാജേന്ദ്രന്റെ ഛായാഗ്രഹണവും സിത്തുവിന്റെ സംഗീതവും ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് തന്നെ എത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ മികച്ച ഒരു ഫീൽ ഗുഡ് ചിത്രം തന്നെയാണ് ആരോമലെ. അടുത്ത ആഴ്ച മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.